കൊട്ടാരക്കരയുടെ സ്പന്ദനങ്ങൾ തിരിച്ചറിഞ്ഞ മുൻ MLA ശ്രീമതി പി ഐഷ പോറ്റി കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് ജനവിധി തേടുകയാണ്. നമുക്ക് ചോദിച്ചറിയാം. മാഡം, വളരെ കുറച്ച് സമയങ്ങൾ മാത്രമേ ഉള്ളൂ. എത്രത്തോളം വോട്ടർമാരെയൊക്കെ നേരിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്? പരമാവധി എല്ലാ പഞ്ചായത്തിലും ഒക്കാവുന്നത്രയും കാണാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ഒരു കാര്യമുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇനി മുമ്പ് കാലങ്ങളിൽ ഇരിക്കുമ്പോഴും MLA ആയിരിക്കുമ്പോഴും ഞാൻ എപ്പോഴും ജനങ്ങളുടെ ഇടയിലുണ്ട്, എല്ലാവരുടെയും അടുത്ത്. പിന്നെ പറ്റാവുന്ന എല്ലാ രാഷ്ട്രീയമോ മതമോ ഒന്നുമേ നോക്കാതെ, ജാതിയോ ഒന്നും ഇല്ലാണ്ട് എല്ലാ മനുഷ്യർക്കും പറ്റാവുന്ന ചെയ്ത ഒരു അനുഭവം എനിക്കുണ്ട്. അത് ഞാൻ അവരെ അപ്രോച്ച് ചെയ്യുമ്പോൾ എനിക്ക് ആ റിസൾട്ട് കാണുന്നുണ്ട്. തീർച്ചയായിട്ടും അവരുടെ മനസ്സിലൊരു സ്ഥാനം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അതാണ് എൻ്റെ ഒരു വലിയ വിശ്വാസം. ശരിക്കും കോൺഗ്രസിന്റെ പരമ്പരാഗതമായ വോട്ടുകൾക്കപ്പുറം ഐഷ പോറ്റി എന്ന വ്യക്തിക്ക് എത്രത്തോളം വോട്ട് ലഭിക്കും എന്നാണ് കരുതുന്നത്? ജനങ്ങൾ എന്നെ മനസ്സിലാക്കിയിട്ടുള്ള ഒരു ഉറപ്പായിട്ടും എനിക്ക് വോട്ട് ചെയ്യണം. തീർച്ചയാണ്. അത് രാഷ്ട്രീയവും ഇല്ല, ഒന്നുമില്ല. എന്നെ മനസ്സിലാക്കിയിട്ടുള്ള എൻ്റെ അടുത്ത് വന്ന് കണ്ടിട്ടുള്ളവർക്ക് തീർച്ചയായിട്ടും വോട്ട് ചെയ്യണമെന്ന് തോന്നും. ഇവിടെ ചെയ്തിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ കാണുന്നവർക്കും ഉറപ്പായിട്ടും വോട്ട് ചെയ്യണം തോന്നും. അത് തന്നെയാണ് എൻ്റെ വിശ്വാസം. ശരിക്കും ഇടതുപക്ഷത്തിന്റെ കാൻഡിഡേറ്റ് സംസ്ഥാന സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ പറഞ്ഞു വോട്ട് ചോദിക്കുന്നു. അതുപോലെ തന്നെ NDA സ്ഥാനാർത്ഥി കേന്ദ്ര ഗവൺമെന്റ് വികസനങ്ങൾ. അപ്പം നമ്മൾ എന്താണ് മുന്നോട്ട് വെക്കുന്നത്? ശരി, ഞാനിവിടെ ജനങ്ങൾക്കാണ് എല്ലാം ചെയ്തു കൊടുത്തിട്ടുള്ളത്. അവർക്കറിയാം അതൊക്കെ. അവരൊക്കെ എത്ര പറഞ്ഞാലും റിയലായിട്ട് കാണാൻ കഴിയുന്ന 100 കണക്കിന് കാര്യങ്ങൾ ചെയ്തു പൂർത്തീകരിച്ച് അന്ന് നിങ്ങളൊക്കെ പങ്കെടുത്ത എത്രയോ പദ്ധതികളാണ്. അതാണ് അതിൻ്റെ സത്യമായ അവസ്ഥ. അത് ജനങ്ങളുടെ മനസ്സിലുണ്ട്. അതായിരിക്കും ഇലക്ഷനിൽ പ്രതിഫലിക്കുക. നമ്മൾ മുന്നോട്ട് വെക്കുന്ന വികസന പ്രവർത്തനങ്ങൾ എന്തെല്ലാമാണ്? സത്യം പറഞ്ഞാൽ ഞാൻ അന്ന് കൊണ്ടുവന്ന് MLA ആയിരുന്നപ്പോൾ കൊണ്ടുവന്ന് വെച്ച പ്രവർത്തനങ്ങൾ മിക്കതും മുരടിച്ചിരിക്കുക. താലൂക്ക് ആശുപത്രി, വിദ്യാഭ്യാസ സമുച്ചയം, പിന്നെ പോലീസ് സ്റ്റേഷൻ, എഴുകോൺ പോലീസ് സ്റ്റേഷൻ തുടങ്ങി നിരവധി പദ്ധതികൾ. അങ്ങനെ ഞാനിരുന്നപ്പോൾ കൊണ്ടുവന്ന പദ്ധതികൾ തന്നെ പാതി വഴിക്ക് കിടക്കുക. പാതി വഴിക്ക് പോയിട്ട് പലതും തുടങ്ങിയിട്ടേ ഉള്ളൂ. പൂർത്തിയാകാറായത് മാത്രമേ പൂർത്തീകരിച്ചിട്ടുള്ളൂ. ബാക്കിയെല്ലാം ഇനിയും ചെയ്യാൻ കിടക്കുന്നുണ്ട്. ഗ്രാമീണ മേഖലകളിലുള്ള റോഡെല്ലാം തകർന്ന് കിടക്കുക. ഇപ്പം മൊത്തം സ്ഥലത്തും പോകുമ്പോഴാണ് മനസ്സിലാവുന്നത്. അപ്പോൾ അങ്ങനെയുള്ളതെല്ലാം പരിഹരിക്കണം. കുടിവെള്ള പ്രശ്നം ഇരുന്ന സമയത്ത് ഇഷ്ടം പോലെ ചെയ്തിട്ടുണ്ട്, സാധിക്കുന്ന രീതിയിൽ. അത് ഒക്കെ ഇനി വീണ്ടും പൂർത്തീകരിക്കേണ്ടതുണ്ട്. കുറേയധികം പിന്നോട്ട് പോയിട്ടുണ്ട് എന്നുള്ളത് ആർക്ക് നോക്കിയാലും മനസ്സിലാവും. അതെല്ലാം മാറ്റി പരമാവധി കാര്യങ്ങൾ വേഗം ചെയ്യാനുള്ള പരിശ്രമം വിജയിച്ചു വന്നാലുണ്ടാവും. ശരിക്കും ഇടതുപക്ഷത്തിന്റെ ഒരു മുഖമായിരുന്നു, ഇപ്പം മറ്റൊരു മുഖമാണ്. അപ്പോൾ കാൻഡിഡേറ്റ് മറ്റു വോട്ടർമാരെയൊക്കെ എങ്ങനെയാണ് പറഞ്ഞ് ബോധ്യപ്പെടുന്നത്? ഒരു വിഷമമില്ല. അവരെന്നോട് ചോദിക്കുന്നത് പണ്ടേ തീരുമാനിക്കേണ്ടായിരുന്നെന്നായി പലരും ചോദിച്ചത്. സത്യമായിട്ട് ഞാൻ പറയാം. കാരണം ഞാനുണ്ടായിരുന്ന പാർട്ടി ആ വഴിയൂടെ അല്ല സഞ്ചരിക്കുന്നത്. ആ മൂല്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടു. തുരുതുരാന്ന് ആൾക്കാർ പോവുകയാണ്. ഇന്ന് വന്നിരിക്കുന്നു പത്തനംതിട്ടയിലെ മുൻ MLA, CPMന്റെ നേതാവായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഭാര്യ അഴിമതിക്ക് കൂട്ടു നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് വലിയ ടൈറ്റിലാണ് പത്രത്തിൽ രാജിവെച്ചിരിക്കുന്നു. ഇത് ഞാൻ പറഞ്ഞത് സത്യമാണെന്നുള്ളത് ഈ മനുഷ്യർക്ക് മനസ്സിലാവുന്ന രീതിയിൽ എല്ലാവരും ഒരേ കാര്യമാണ് പറയുന്നത്. ആ മൂല്യങ്ങൾ നഷ്ടപ്പെട്ടു. കൂടുതൽ നന്നായിട്ട് പോകേണ്ടതുണ്ട്. തീർച്ചയായിട്ടും ഒരു പുതിയ മാറ്റം വരിക തന്നെ വേണം. അതാണ് ജനങ്ങളുടെ ആഗ്രഹം എന്നാണ് മനസ്സിലാവുന്നത്. ഉറച്ച വിശ്വാസത്തിൽ തന്നെയാണ്, നല്ല ഭൂരിപക്ഷത്തിൽ തന്നെ മണ്ഡലത്തിൽ വിജയിക്കാൻ സാധിക്കും എന്നുള്ള വലിയ ശുഭാപ്തി വിശ്വാസം. ന്യൂസ് 18 കൊല്ലം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.